Hello, my dear viewers. Welcome once again to a new video from Trip to my garden. ഇന്ന് എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് കടലാസ് പൂക്കളുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് വെറൈറ്റീസേ എൻ്റെ ഗാർഡനിലുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഒരു വെറൈറ്റി. ഇതിൻ്റെ പേരാണ് ഫോർമോസ പിങ്ക്. ബഞ്ചസ് ആയിട്ടുണ്ടാകുന്ന ഫ്ലവേഴ്സാണ്. കുറച്ച് നാൾ ഈ പൂക്കൾ ചെടിയിൽ നിൽക്കുകയും ചെയ്യും. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് വളരെ മനോഹരമായ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരാണ് റെഡ് ബട്ടർഫ്ലൈ. ഇനി ഈ കാണുന്നതാണ് കയാട്ട എന്ന് പറയുന്ന വെറൈറ്റി. അതും ഒരു മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആണ്. വളരെ നല്ല പൂക്കളാണ് അതിനുള്ളത്. പ്ലാന്റും ചെറുതാണ്. വേണമെങ്കിൽ നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്താനും പറ്റും. അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് കയാട്ട. ഇനി ഇതാണ് ചില്ലി ഐസ്ക്രീം. നല്ല ഭംഗിയുള്ളൊരു പൂക്കളാണ് ഇതിനുണ്ടാകുന്നത്. അതിൻ്റെ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും ഒരു വൈറ്റും, അതിൽ തന്നെ അതിൻ്റെ വീനേഷനൊക്കെ നമുക്ക് നല്ലതുപോലെ കാണാം. അതിൻ്റെ വെയിൻസൊക്കെ ഫ്ലവറിൻ്റെ അകത്ത് നല്ലതുപോലെ അത് കാണാനായിട്ട് കഴിയും. അതിൻ്റെ വെയിനിൻ്റെ ഒരു ഭംഗിയും കൂടെയാണ് ആ ഫ്ലവറിനൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടൊരു വെറൈറ്റിയാണ് ചില്ലി ഐസ്ക്രീം. ഐസ്ക്രീം പോലെ തന്നെ അത്ര സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ കളർ കോമ്പിനേഷൻ കാണുമ്പോൾ ആ ഐസ്ക്രീമിൻ്റെ ആ സോഫ്റ്റ് ടച്ച് നമുക്ക് ആ ഫ്ലവറിൽ അനുഭവപ്പെടും. അങ്ങനത്തെ ഒരു മനോഹരമായ വെറൈറ്റിയാണ്. പുതിയ പുതിയ വെറൈറ്റീസ് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ബൊഗൈൻവില്ലകളുടെ. അതുകൊണ്ട് തന്നെ ഇവയുടെ പേരും അതിൻ്റെ ഒരു ഐഡിയയും ഒക്കെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. എനിക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് വെറൈറ്റിയെങ്കിലും എൻ്റെ വ്യൂവേഴ്സുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉപയോഗം വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അവസാന ഭാഗം വരെ കാണണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസും ഒക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ബ്രിസ റെഡ് എങ്ങനെയുണ്ട്? വളരെ നല്ലൊരു ബൊഗൈൻവില്ല വെറൈറ്റി അല്ലേ? എനിക്കാണെങ്കിൽ വളരെയേറെ ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ്. മെച്യൂർ പ്ലാന്റ് ആണെങ്കിൽ ഇല കാണാതെ പൂവിടുന്ന ഒരു വെറൈറ്റിയാണ് ബ്രിസ. ഇതിൽ തന്നെ പിങ്ക്, പീച്ച് എന്നീ കളറുകളും ഉണ്ട്. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഈ ചെടികളിൽ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ചെടി ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ മറക്കരുത്, നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് ബൊഗൈൻവില്ലയാണെന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എൻ്റെ ഗാർഡനിൽ ബ്രിസ റെഡ് മാത്രമേ ഉള്ളൂ. ബ്രിസ പിങ്കും പീച്ചും അങ്ങനെയുള്ള മറ്റുള്ള കളേഴ്സൊന്നും എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല. അതും കൂടി ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ ഗാർഡനിലുള്ള അടുത്ത വെറൈറ്റിയാണ് ഫോർമോസ പിങ്ക്. ഫോർമോസ പിങ്ക് ആദ്യം ഞാൻ ഒരെണ്ണം കാണിച്ചിരുന്നു. അതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് കുറച്ച് വലുതാണ്. ഫ്ലവർ മാത്രമല്ല, ഈ പ്ലാന്റും കുറച്ച് വലുതാണ്. നമ്മൾ നേരത്തെ കണ്ട വെറൈറ്റിയേക്കാളും കുറച്ചുകൂടി ഒരു വലിയ വെറൈറ്റി ഫോർമോസയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ഫോർമോസകളാണ്. ഒന്ന് മിനിയേച്ചറും ഒന്ന് കുറച്ചുകൂടി വലിയ വെറൈറ്റിയും. രണ്ടും പൂക്കൾ ഏകദേശം ഒരേ കളറുമാണ്. കുറച്ചൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും നല്ല വെറൈറ്റിയാണ്. നെക്സ്റ്റ് വെറൈറ്റിയാണ് മഹാറ ബ്യൂട്ടി. വളരെയേറെ മനോഹരമായ ഒരു ഫ്ലവറാണ്. ഇതൊരു പഴയ വെറൈറ്റിയാണ്. പണ്ട് മുതലേ നമ്മൾ ഗാർഡനിൽ കണ്ടിട്ടുള്ളതാണ്. നല്ല കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ ഷെയ്ഡുകളും ഉണ്ട് കേട്ടോ. ഇത് പിങ്കാണ് എൻ്റെ ഗാർഡനിലുള്ളത്. ഇനി റെഡും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഗാർഡനിൽ അതില്ല. അടുത്ത പ്ലാന്റ് മിസ് വേൾഡാണ്. ആ പേര് പോലെ തന്നെ ലോകസുന്ദരി തന്നെയാണ്. വളരെ ലൈറ്റായിട്ടുള്ള പിങ്കും വൈറ്റും ചേർന്നിട്ടുള്ള ഒരു ബ്ലെൻഡ്. അതിന് വിശ്വസുന്ദരി എന്ന പേര് വളരെ അനുയോജ്യം തന്നെയാണ്. ഇതാണ് സിംഗപ്പൂർ പിങ്ക്. നല്ല മനോഹരമായ ഒരു പിങ്ക് കളറാണ്. അതിനൊരു പ്രത്യേകതയുള്ളൊരു പിങ്ക് കളർ. ലീഫിനാണെങ്കിൽ അതിനേക്കാളും പ്രത്യേകതയാണ്. കുറച്ച് വലിയ ലീഫാണ്. ഒരു വാക്സ് കോട്ടഡ് ലീഫ് പോലെയുള്ള ഒരു പ്രത്യേകതയുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതാണ് ഫയറോപ്പാൽ. വളരെ മനോഹരമായ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഫ്ലവർ. ഇതാണ് പൂനെ വെറൈറ്റി പിങ്ക്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. റാണി പിങ്ക് ആണത്. വലിയ പൂക്കളും ആ പൂക്കളുടെ നടുവിലായിട്ട് ഒരു കുഞ്ഞ് ചെറിയ പൂവുണ്ട്. ആ ചെറിയ പൂവാണ് അതിൻ്റെ യഥാർത്ഥ പൂവ്. മറ്റത് ആ കളർഫുള്ളായിട്ട് കാണപ്പെടുന്ന ഭാഗമെന്ന് പറയുന്നത് മോഡിഫൈഡ് ലീവ്സ് അല്ലെങ്കിൽ ബ്രാക്സ് എന്നാണ് പറയുന്നത്.
ഇതാണ് പൂനെ ലാവൻഡർ. എന്ത് ഭംഗിയാണ് അതിൻ്റെ പൂക്കളെ കാണാൻ. നല്ല രസമാണ് കേട്ടോ. ആ കളറും ഗ്രീൻ ലീഫും ഒക്കെ ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയും. പലതും ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന്. പക്ഷെ ഓരോന്ന് കാണുമ്പോഴും നമുക്കങ്ങനെ പറയേണ്ടി വരും. ഈ ഫ്ലവർ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെയല്ലേ പറയാൻ പറ്റുന്നത്? ഇത്ര മനോഹരമായ കളറും ആ ഫ്ലവർ നിൽക്കുന്ന രീതിയും ഒക്കെ ചേർന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റി. ഇതാണ് 21 ജുവൽ. അതിൻ്റെ പീച്ച് കളറിലുള്ള ഒരു പ്ലാന്റാണ്. നല്ലൊരു ടൈപ്പ് ബൊഗൈൻവില്ലയാണ് കേട്ടോ. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഫ്ലവറിൻ്റെയും ലീഫിൻ്റെയും അറേഞ്ച്മെൻറ്റ് ഒരു പ്രത്യേകതയാണ്. സാധാരണ ബൊഗൈൻവില്ല പോലെയല്ല ഈ ഫ്ലവറിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇതാണ് ഹവായ് വൈറ്റ്. ഹാങ്ങിങ്ങിന് പറ്റിയൊരു വെറൈറ്റിയാണ്. ഒരു വെരിഗേറ്റഡ് ലീഫാണ് ഇതിനുള്ളത്. വൈറ്റ് ആൻഡ് ഗ്രീൻ വെരിഗേഷൻ. അതോട് കൂടി തന്നെ അതിനൊരു വൈറ്റ് ഫ്ലവറും കൂടെ വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഒരു മൾട്ടി കളർ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. 3 സ്റ്റാർ എന്നുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഈ വെറൈറ്റിയുടെ പേരാണ് ചില്ലി യെല്ലോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഈ ചില്ലി വെറൈറ്റീസ് എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതിൽ തന്നെ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, പല കളറിലുള്ള വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഗാർഡനിൽ ഇതൊരു കളർ മാത്രമേ ഉള്ളൂ, ചില്ലിയുടെ. അപ്പോൾ എന്തായിരുന്നാലും നല്ല ഭംഗിയുള്ള മഞ്ഞ നിറമാണ്. ആ മഞ്ഞയ്ക്കൊരു പ്രത്യേക ഭംഗിയാണ്. നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഈ ചില്ലി വെറൈറ്റീസ്. ഇതാണ് ടാങ്ലോങ് പിങ്ക്. ടാങ്ലോങ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഫ്ലവേഴ്സൊന്നും ഫുള്ളി ബ്ലൂം ആവില്ല. ഒരു പകുതി മാത്രം വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീലാണ് ആ ഫ്ലവേഴ്സിന് കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു സ്ലീപ്പിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലവറായിട്ട് നമുക്ക് തോന്നും. നല്ല ഭംഗിയാണ് ആ വെറൈറ്റീസ് കാണാനായിട്ട്. അതിൻ്റെ തന്നെ പല കളറുകളിലുള്ളതുണ്ട്. പിങ്ക് ഉണ്ട്, പീച്ചും എൻ്റെ ഗാർഡനിലുണ്ട്. ഇതാണ് വീര ഡീപ്പ് പേർപ്പിൾ. നല്ല ഗ്രീൻ ലീഫിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയുള്ള നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ്. വളരെ മനോഹരമായൊരു വെറൈറ്റിയാണ്. ഒരു 21 ജുവലിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ വീര ഡീപ്പ് പേർപ്പിൾ. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു പ്ലാന്റ് തന്നെയാണിത്. ഇതാണ് ബ്ലൂബെറി ഐസ്. നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഹാങ്ങിങ് പോട്ടുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ ബ്ലൂബെറി ഐസ്. നല്ല വേരിഗേറ്റഡ് ലീഫും അതിൽ നിറയെ പിങ്ക് പൂക്കളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാങ്ങിങ് പോട്ടുകൾക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാന്റാണിത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഗാർഡനിൽ ഇത് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. അടുത്ത വെറൈറ്റിയുടെ പേരാണ് മൊണാലിസ പിങ്ക്. അതും ഒരു പിങ്ക് വെറൈറ്റിയാണ്. പല പിങ്ക് വെറൈറ്റികളും നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെട്ടു. എങ്കിലും ഇതും ഒരു മനോഹരമായ വെറൈറ്റിയാണ്. അതിൻ്റെ ഇലകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആലിലയുടെ ഷേപ്പിലുള്ള ഇലകളായതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഇതിനെ ആലില എന്നൊക്കെ വിളിക്കാറുമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. Please subscribe to my channel and we will meet in the next video.